നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2024 ഡിസംബർ മാസത്തെ പൂയ നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ച് നോക്കാം. പൂയ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സർവാഭിഷ്ട സ്ഥാനത്ത് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് നല്ല ദൈവാധീനമുണ്ട്. എന്നാൽ ലഗ്നത്തിൽ ചൊവ്വയാണ് നിൽക്കുന്നത്. അപ്പോൾ ലഗ്നത്തിൽ നിൽക്കുന്ന ചൊവ്വ കർമാധിപതി സാന്നിധ്യം ചെയ്ത് നിൽക്കുന്നത് കാരണം കൊണ്ടും നീചഭംഗ ചക്രവർത്തിയോഗം ചെയ്ത് നിൽക്കുന്നത് കാരണം കൊണ്ടും തൊഴിലിൽ സ്ഥാനക്കയറ്റം പോലെയുള്ള കാര്യങ്ങൾക്ക് അല്ലെ നേതൃത്വ സ്വഭാവത്തോടു കൂടിയുള്ള പ്രവൃത്തി എടുക്കാനായിട്ട് സാധിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട്. എന്നാൽ ലഗ്നകുജ ക്ഷതധനു എന്ന് പറയുന്ന യോഗമുള്ള കാരണം ശരീരത്തിന് എന്തെങ്കിലും രോഗാവസ്ഥ കാര്യങ്ങൾ, ചതവ് തട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കും കൂടി യോഗമുണ്ട്. പെട്ടെന്ന് ദേഷ്യം വരെ, എടുത്തിയാട്ടം, തലവേദന ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കും സാധ്യതയുള്ള ഒരു സമയമാണ്. കാരണം 5ാം ഭാവാധിപതി ആയിരിക്കുന്ന ചൊവ്വയ്ക്ക് നീചാവസ്ഥ വരികയും അത് കർമാധിപത്യം വഹിച്ച് ലഗ്നത്തിൽ നിൽക്കുകയും ചെയ്യുന്നു. അപ്പം നീചത്തിൽ ശൂന്യ ബലവാനായിട്ടാണ് നിൽക്കുന്നതെന്ന് പറയുന്നൊരവസ്ഥ ഉള്ളതുകൊണ്ട് മാനസിക ടെൻഷനും വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. ഭാതൃകദശ ശൗര്യം എന്ന് പറയുന്ന യോഗം ചെയ്തിട്ട് 3ാം ഭാവത്തിൽ ഘണ്ണകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്നത് കാരണം കൊണ്ട് സഹായികളായിരിക്കുന്ന വ്യക്തികൾ, സഹോദര സ്ഥാനത്തുള്ള വ്യക്തികളുടെയൊക്കെ പെരുമാറ്റം കൊണ്ട് മാനസികമായിട്ടുള്ള വിഷമം അനുഭവിക്കാനിട വരാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ സാമ്പത്തിക വിഷയത്തിൽ ചെറിയ ശത്രുദോഷം പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുക, അതേപോലെ തന്നെ സാമ്പത്തിക വിഷയത്തിൽ ചെറിയ സംസാരം പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുക, അതുകൊണ്ട് ശത്രുത പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാനിട വരിക. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ്. ശത്രു സ്ഥാനാധിപതി ബാധാസ്ഥാനത്ത് നിൽക്കുന്നു എന്ന് പറയുന്നൊരവസ്ഥയാണുള്ളത്. അപ്പം അതും ശത്രുദോഷം പോലെയുള്ള കാര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്. പ്രിയകലഹോസ്തകത എന്ന് പറയുന്ന യോഗമുണ്ട്. അതായത് ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ സൗന്ദര്യപ്പിണക്കം പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗമുള്ള സമയമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ചെറിയ രോഗാവസ്ഥ കാര്യങ്ങൾ വരിക, അത് കുറയുമ്പോഴത്തേക്കും വീണ്ടും ഒരു രോഗം വരിക എന്ന് പറയുന്ന രീതിയിൽ വിട്ട് രോഗാവസ്ഥ ഉണ്ടാകാനുള്ളൊരു സാധ്യതയും ജാതകവശാൽ ഈ മാസത്തിൽ അനുഭവിക്കാൻ യോഗം കാണുന്നുണ്ട്. മാത്രമല്ല ഭാഗ്യത്തിനിടയ്ക്കിടയ്ക്ക് മുറിവ് സംഭവിക്കാനുള്ള യോഗമുണ്ട്. എന്നാൽ കർമ്മസംബന്ധമായിട്ട് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമാണ്. ഭവനസുഖം അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതിനോടൊപ്പം തന്നെ നല്ല ദൈവാധീനമുള്ളത് കാരണം കൊണ്ട് ഭാഗ്യം വർദ്ധിക്കാനുള്ള യോഗമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പല രീതിയിലുള്ള അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളും അതിനോടൊപ്പം തന്നെ കുറച്ച് തടസ്സങ്ങളും ദോഷഫലങ്ങളും അനുഭവിക്കാനുള്ളൊരു സാധ്യതയുള്ള ഒരു മാസമാണ്. അപ്പോൾ അങ്ങനെയുള്ളത് കാരണം കൊണ്ട് ദേവീക്ഷേത്ര യഥാശക്തി വഴിപാട് ചെയ്ത് നന്നായിട്ട് പ്രാർത്ഥിക്കണം. വഴിപാടുകളൊക്കെ മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കാനായിട്ട് ശ്രദ്ധിക്കുക, പ്രത്യേകിച്ചും ദേവീക്ഷേത്രത്തിൽ. അപ്പോൾ ഇങ്ങനെയുള്ള പ്രാർത്ഥന, വഴിപാട്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ വലിയ ദോഷമില്ലാതെ കണ്ട് ഈ മാസത്തിൽ ഈ പൂയ നക്ഷത്രക്കാർക്ക് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് ശനീശ്വരൻ അഷ്ടമത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ശനിദോഷത്തിൻ്റേതായിരിക്കുന്നൊരു പ്രശ്നമുണ്ട്. അഷ്ടമത്തിൽ നിൽക്കുന്ന ശനി ദീർഘായുസിനെ തരുമെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ശാരീരികമായിട്ടുള്ള രോഗാവസ്ഥകൾ വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക, യഥാശക്തി വഴിപാടൊക്കെ ക്ഷേത്രങ്ങളിൽ ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.